ഹായ് എവരിവൺ, എല്ലാവർക്കും ഐപ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേറ്ററ്റ് സൈക്കോളജിയുടെ റിവിഷൻ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് 4ാമത്തെ ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? എന്താണ് പ്രതിക്രിയ അധ്യാപനം എന്നറിയാമോ? എന്താണ്? കുട്ടികളുടെ വായനാ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെ? വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രതിക്രിയ അധ്യാപനം. ഇവിടെ ആൻസർ നമുക്ക് നോക്കാം. എന്താണ്? വൈഗോട്സ്കി ആണ്. എന്താണ്? അപ്പൊ പ്രതിക്രിയ അധ്യാപനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് പ്രതിക്രിയ അധ്യാപനം? കുട്ടികളുടെ വായനാ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ വിമർശനാത്മക ചിന്ത, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രതിക്രിയ അധ്യാപനം. അത് ആരുടെ, ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൈഗോട്സ്കിയുടേതാണ്. എന്താണ്? കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കുന്നു. ഒരു അധ്യാപകന്റെ നേതൃത്വം ഉണ്ടെങ്കിലും എന്താണ്? ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അധ്യാപകൻ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുന്നു. കുട്ടികൾ തമ്മിലുള്ള ഒരു സംവാദമോ അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളായിരിക്കും അവിടെ നേതൃത്വം കൊടുക്കുന്നത്. അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാത്രം നിൽക്കുന്നു. കുട്ടികളുടെ വിമർശനാത്മക ചിന്തയും വായനാ പരിശീലനവും ഒക്കെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തുപയോഗിക്കുന്നു? ഈ പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി അതിൻ്റെ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ ഘട്ടങ്ങൾ? പ്രവചിക്കൽ, ചോദ്യം ചോദിക്കൽ, വിശദീകരിക്കൽ, സംഗ്രഹിക്കൽ. എന്തൊക്കെയാണ്? പ്രെഡിക്റ്റിംഗ്, ക്വസ്റ്റ്യനിങ്, എക്സ്പ്ലെയിനിങ്, അതുപോലെ എന്താണ്? സമ്മറൈസിങ്. എന്താണ് പ്രവചിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരാശയത്തെ പറ്റി എന്ത് നടക്കും, ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഭാവിയിൽ അതിനെപ്പറ്റി എന്ത് ചോദ്യം വരും, അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? കുട്ടി പ്രവചിക്കുന്നു. എന്നിട്ട് അതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നീട് അതിനെപ്പറ്റി ഒരു സമ്മറൈസിങ് തയ്യാറാക്കുന്നു. അതാണ് അതിൻ്റെ പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് എന്താ? സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ? സ്വാംശീകരണം, അതുപോലെ സംസ്ഥാപനം, അല്ലെ? സ്വാംശീകരണവും ഉണ്ട്, സംസ്ഥാപനവും ഉണ്ട്. അത് ഏത് ആശയങ്ങളുമായി, മനഃശാസ്ത്രത്തിലെ ഏത് ആശയങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയാലോ. സ്കീമ, അഭിപ്രേരണ, മസ്തിഷ്ക ബിംബാലേഖനം, ഓർമ്മ. ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പറഞ്ഞ ഏതുമായിട്ടാണ് ഈ സ്വാംശീകരണവും സംസ്ഥാപനവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതുമായിട്ടാണ്? സ്കീമയുമായിട്ടാണ്, അല്ലെ? സ്കീമ എന്നുള്ളത് ആരുടെ കോൺസെപ്റ്റ് ആണ്? ഏത് മനഃശാസ്ത്രജ്ഞന്റെ കോൺസെപ്റ്റിനകത്ത് വരുന്നതാണ് സ്കീമ? പിയാഷെയുടെയാണ്, അല്ലെ? സ്കീമ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഘടകം എന്തെന്നാണ് പറയുന്നത്? സ്കീമ എന്നാണ് ആര് പറയുന്നത്? പിയാഷെ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സ്വാംശീകരണം അല്ലെങ്കിൽ സംസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വാംശീകരണം എന്താണ്? അസിമിലേഷൻ. എന്താണ്? അസിമിലേഷൻ ആണ് സ്വാംശീകരണം. അതായത് നിലവിലുള്ള അറിവിലേക്ക് പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്നു. എന്താണ്? നിലവിലുള്ള അറിവിലേക്ക് പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നാം എന്തെന്ന് പറയുന്നത്? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് 4 കാലുള്ള ഒരു ജീവി നായയാണെന്ന് അറിയാം. അപ്പോൾ ഒരു പശുവിനെ കണ്ടാലും ആ കുട്ടി എന്ത് വിചാരിക്കുന്നു? ഇതിന് 4 കാലുണ്ട്, അതെന്താണ്? അത് ഒരു നായ തന്നെയാണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അപ്പൊ നിലവിലുള്ള അറിവിലേക്ക് ഒരു പുതിയ അറിവ് കൂട്ടിച്ചേർത്തു. അതാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംസ്ഥാപനം എന്താണ്? അക്കോമഡേഷൻ. അതായത് പുതിയ അറിവ് വരുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്നു ഇത് നായയല്ല, ഇതെന്താണ്? പശുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിലവിലുള്ള ഉണ്ടായിരുന്ന ആ സ്കീമയുണ്ടല്ലോ, അതായത് 4 കാലുള്ളതെല്ലാം നായയാണെന്നുള്ള അറിവ് മാറി എന്ത് ചെയ്യുന്നു? പുതിയൊരു സ്കീമ രൂപപ്പെടുന്നു. എന്താണ്? അത് പശുവാണ് എന്നുള്ളൊരു പുതിയ സ്കീമ രൂപപ്പെടുന്നു. അതാണ് സംസ്ഥാപനം. അപ്പോൾ പിയാഷെയുടെ 3 കോൺസെപ്റ്റാണ് പറഞ്ഞത്. സ്കീമ എന്താണ്? മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? സ്കീമ എന്ന് പറയുന്നത്. പിന്നെന്താ? സ്വാംശീകരണം, അസിമിലേഷൻ പറഞ്ഞു. എന്താണ്?
നിലവിലുള്ള അറിവിലേക്ക് പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്നു. സംസ്ഥാപനം എന്താണ്? നിലവിലുള്ള സ്കീമ, പുതിയ അറിവ് വരുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു. അതാണ് എന്ത്? സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യമാണ് ഏതെന്നാണെന്ന ക്വസ്റ്റ്യൻ. നോക്കിക്കേ, അപ്പൊ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അറിയുന്ന ആൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയണം. നോക്കിക്കേ, ഓപ്ഷൻ നോക്കിക്കേ. സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, സുരക്ഷിതത്വം. എന്താ ക്വസ്റ്റ്യൻ? ശാരീരിക ആവശ്യങ്ങളുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാലോ? എന്താണ്? സുരക്ഷിതത്വമാണല്ലേ. എബ്രഹാം മാസ്ലോയുടെയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എത്ര ആവശ്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്? 5 എണ്ണമാണല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഓക്കെ, ഇതാണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അതിൽ എത്ര എണ്ണം ഉണ്ട്? 5 ആവശ്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്നാമത്തേതാണ് ജൈവിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ. എന്താണ്? ജൈവിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ. പിന്നെന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ്? ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയും? ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. ഫിസിയോളജിക്കൽ നീഡ്സ്. പിന്നെന്താണ്? സുരക്ഷിതത്വം. എന്താണ്? സേഫ്റ്റി നീഡ്സ്. എന്താണ്? സേഫ്റ്റി നീഡ്സ്. സ്നേഹിക്കപ്പെടുക. മൂന്നാമത്തെ എന്താണ്? സ്നേഹിക്കപ്പെടുക, ലവ് നീഡ്സ്. പിന്നെന്താണ്? ആദരിക്കപ്പെടുക, ഒരു ആദരവ് കിട്ടുന്ന ഒരിത്, അതെന്താണ്? എസ്റ്റീം നീഡ്സ്. എന്താണ്? എസ്റ്റീം നീഡ്സ്. ലാസ്റ്റ് വൺ ആണ് എന്ത്? ആത്മസാക്ഷാത്കാരം. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ 5 ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 5 എണ്ണമാണ് പറയുന്നത്. ജൈവിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക, ആത്മസാക്ഷാത്കാരം. ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ആവശ്യങ്ങളാണ് പറയുന്നത്. ഇത് മാസ്ലോ പ്രത്യേകം പറയുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല, ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നില്ല. ഓരോ ഘട്ടത്തിലൂടെയാണ് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എന്താണ് ജൈവിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അർജന്റായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്തൊക്കെയാണ്? ഭക്ഷണം വേണം, ആരോഗ്യം വേണം. അതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? ഭക്ഷണം. അതൊക്കെയാണ് ജൈവിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങളിനകത്ത് വരുന്നത്. പിന്നെ സുരക്ഷിതത്വത്തിനകത്ത് വരുന്ന എന്താണ്? നമുക്ക് ആരോഗ്യം വേണം, വീട് വേണം. അതെല്ലാം എന്തിനകത്ത് വരുന്നു? ഈ സുരക്ഷിതത്വത്തിനകത്ത് വരുന്നു. സ്നേഹിക്കപ്പെടുക, അതിനകത്ത് എന്താണ്? കുടുംബം, ഫാമിലി, സുഹൃത്തുക്കൾ, അതെല്ലാം വരണം. പിന്നെന്താണ്? ആദരിക്കപ്പെടുക. നമ്മളെല്ലാം നമുക്കൊരു ആദരവ് കിട്ടണ്ടേ, നമുക്കൊരു ബഹുമാനം കിട്ടണ്ടേ, അതാണ് അവിടെ വരുന്നത്. ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ആവശ്യം നമ്മൾ നേടുന്നു. നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. അതാണ് ആര് പറയുന്നത്? എബ്രഹാം മാസ്ലോ തൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന കോൺസെപ്റ്റിലൂടെ പറയുന്നത്. കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതേത്? എന്താണ്? ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. എന്താണ് ജി ഫാക്ടർ? ബുദ്ധിയുടെ ജി ഫാക്ടർ. നമുക്ക് ആൻസറിലോട്ട് പോകാം, എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്നത് ബുദ്ധിയുടെ ജി ഘടകത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ബാക്കിയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ഏത് കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണെന്ന് അറിയാമോ? ആരുടെയാണ്? സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി. ആരുടേതാണ്? സ്പിയർമാന്റെ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ബുദ്ധിക്ക് 2 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഘടകങ്ങൾ? സ്പിയർമാൻ പറയുന്ന ബുദ്ധിയുടെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജി ഫാക്ടറും ഉണ്ട്, എസ് ഫാക്ടറും ഉണ്ട്. എന്താണ്? ജി ഫാക്ടറും ഉണ്ട്, എസ് ഫാക്ടറും ഉണ്ട്. ജി എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഫാക്ടർ ആണ്. എന്താണ്? ജനറൽ ഫാക്ടർ, അതായത് പൊതു ഘടകം. ഇനി എസ് ഫാക്ടർ എന്താണ്? സ്പെസിഫിക് ഫാക്ടർ, പ്രത്യേക ഘടകം. അപ്പൊ 2 ഫാക്ടർ ഉണ്ട്. ആര് പറയുന്നു? സ്പിയർമാൻ ബുദ്ധിക്ക് 2 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ജി ഫാക്ടറും എസ് ഫാക്ടറും. എന്താണ്? ജനറൽ ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ, പൊതുവായ ഒരു ഘടകം, അതുപോലെ ഒരു പ്രത്യേക ഘടകം ഉണ്ടെന്ന് പറയുന്നു. ഇനി ഓരോന്നിനെ പറ്റി പറഞ്ഞാലോ. അപ്പൊ ജി ഫാക്ടർ
ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഈ ജി ഫാക്ടറിൽ വരുന്നതാണ്. അപ്പോൾ എന്താ നോക്കിയാലോ, ജന്മസിദ്ധമാണ്. ജി ഫാക്ടർ എന്താണ്? നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. അത് സ്ഥിരമായ ഒരു കാര്യമാണ്. പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. അതായത് ഒരു വ്യക്തിയിൽ ജന്മസിദ്ധമായി ലഭിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? ജി ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? ഒരാളിൽ എല്ലാ പ്രവൃത്തിയിലും ഒന്നായിട്ടേ നിൽക്കത്തുള്ളൂ ഈ ജി ഫാക്ടർ എന്നുള്ളത്. ഓക്കെ. പിന്നെ ജി ഫാക്ടർ നമ്മളിൽ കൂടും തോറും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജി ഫാക്ടർ കൂടും തോറും എന്ത് ചെയ്യുന്നു? അയാളുടെ വിജയത്തിലേക്കുള്ള ഇതെന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജി ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു അല്ലെ. അതുപോലെ കർമ്മസിദ്ധം, നമ്മളുടെ കർമ്മത്തിനനുസരിച്ചാണ് അത് വരുന്നത്. നമ്മൾ ഒരു വ്യക്തി പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പല കർമ്മങ്ങൾക്കും ഓരോരോ എസ് ഫാക്ടർ ആയിരിക്കും, ഓരോരോ പ്രത്യേക ഘടകങ്ങളായിരിക്കും. ഇപ്പൊ നോക്കിയേ, ഒരു വ്യക്തിയെ എടുക്കുവാണെങ്കിൽ ജി ഫാക്ടർ എന്ന് പറയുന്നത് ഒരെണ്ണമാണ് അല്ലേ. വേറെ ഉണ്ടോ? ഇല്ല. ഒരാളിൽ ഒരു ജി ഫാക്ടർ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഒരാളിൽ എത്ര എസ് ഫാക്ടർ കാണും? എത്രത്തോളം അയാൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അത്രത്തോളം എസ് ഫാക്ടർ അയാളിൽ കാണുമെന്നാണ് പറയുന്നത്. S1, S2, S3 ഇതെല്ലാം എന്താണ്? ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന എസ് ഫാക്ടറുകളാണ്. പക്ഷെ ജി ഫാക്ടറുകൾ എന്തേ ഉള്ളൂ? ഒരു ജി ഫാക്ടറും ഒന്നിലധികം എസ് ഫാക്ടറും ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നു. ഇപ്പൊ ഒരു വ്യക്തി എന്ന് പറയുന്നത് പല പല മേഖലകളിൽ ഇടപെടുന്ന ആളാണ് അല്ലേ. ഇപ്പൊ ഒരാള് പാട്ട് പാടാൻ അറിയുന്നു, അപ്പൊ അതൊരു എസ് ഫാക്ടർ ആണ്. അതുപോലെ അയാൾ വായിക്കുന്നുണ്ട്, അപ്പൊ അത് വേറൊരു എസ് ഫാക്ടർ ആണ്. അയാൾ ഓരോരോ പ്രവൃത്തി ചെയ്യുന്നു, അതെല്ലാം ഓരോരോ എസ് ഫാക്ടർ ആണ്. പക്ഷെ ജി ഫാക്ടർ എന്തായിരിക്കും? എപ്പോഴും സ്ഥിരമായിട്ടിരിക്കും. അത് ജന്മനാ കിട്ടുന്ന ഒന്നായിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു മനുഷ്യന്റെ വിജയത്തിലേക്ക്, വ്യക്തിത്വ വികസനത്തിലേക്ക് എത്തത്തുള്ളൂ. ഇതെല്ലാം എന്താണ്? ഓരോരോ വ്യക്തി വ്യത്യാസങ്ങളാണ്. എന്താ ഈ എസ് ഫാക്ടർ എല്ലാം എന്താണ്? ഓരോരോ വ്യക്തി വ്യത്യാസങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യൻ വിജയത്തിലേക്ക് എത്തുന്നു എന്നാണ് ആര് പറയുന്നത്? സ്പിയർമാൻ തൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ജി ഘടകം, എസ് ഘടകം? അത് ജി ഘടകത്തെ പറ്റി പറഞ്ഞു, അത് ഒരെണ്ണമാണ്, സ്ഥിരമാണ്, ജന്മസിദ്ധമാണെന്ന് പറഞ്ഞു. ഇനി കർമ്മസിദ്ധമായിട്ടുള്ളതാണ് എസ് ഫാക്ടർ. അതൊരു വ്യക്തിയിൽ ഒന്നിലധികം കാണുന്നു. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? എന്താണ് ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്, മുകളിൽ പറഞ്ഞവയെല്ലാം ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? നോക്കിക്കേ, ഏതാണ്? നോക്കാം. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതാണ്. എന്താണ് ഓർമ്മ എന്ന് പറയുന്നത്? നമ്മളൊരു പ്രത്യേക കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നു, അതുപോലെ അതിനെ സ്റ്റോറേജ് ചെയ്യുന്നു, ആവശ്യമുള്ളപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? റിട്രൈവ് ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നു അല്ലേ. നമ്മളൊരു ഓർമ്മ, എന്തെങ്കിലും ഒരു ആശയം നമ്മളുടെ മനസ്സിലേക്ക് എത്തുന്നു, അതിനെ നമ്മളവിടെ സൂക്ഷിക്കുന്നു, അത് ആവശ്യമുള്ള സമയത്ത് അതിനെ എന്ത് ചെയ്യുന്നു? തിരിച്ചെടുക്കുന്നു. അതാണ് ഓർമ്മ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത്. അതിനകത്ത് അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടിസ്ഥാന ഘടകങ്ങളാണ്. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനം, ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. എന്തൊക്കെയാണ്? പഠനം, ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. പഠനം എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ്. നമ്മളൊരു പാഠം പഠിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയ അനുഭവ സെൻസറി ഓർഗൻസിലൂടെ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടേണ്ട ആശയം നമ്മൾ പഠിച്ചെടുക്കുന്നു. അതായത് എക്സാമ്പിൾ എന്താ? നമ്മളൊരു പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു പാഠം പഠിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ധാരണ, റിറ്റൻഷൻ. നമ്മൾ പഠിച്ച കാര്യം അപ്പം തന്നെ കളയുവാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മൾ പഠിക്കുന്ന വെറുതെ അല്ലല്ലോ, നമുക്കതുകൊണ്ട് വേറെ ഉദ്ദേശങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് എന്താണ്? അനുസ്മരണം, റീകോളിംഗ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പാഠം നമ്മൾ പഠിച്ചു, അത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു. എന്താണ് പഠിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് അത് പാഠഭാഗം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത പരീക്ഷ വരുന്നുണ്ട്, അപ്പോൾ അതിൽ കൃത്യമായിട്ട് അത് ഓർത്തിരുന്നാലേ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റൂ അല്ലേ. അപ്പോൾ അത് കൃത്യമായ ഒരു ധാരണ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ അനുസ്മരണം, റീകോൾ ചെയ്യാൻ പറ്റൂ. എന്താണ്? ആ ഒരു പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് എന്താണ്? റെക്കഗ്നിഷൻ, തിരിച്ചറിവ്. കുട്ടി അത് പരീക്ഷയ്ക്ക് എഴുതി, കുട്ടിയുടെ മനസ്സിൽ അതെന്താണ്? ഇപ്പോൾ ഒരു കോശത്തെ പറ്റിയാണ് ഒരു കുട്ടി പഠിക്കുന്നത് എങ്കിൽ ആ ഒരു കുട്ടി അത് പഠിക്കുന്നു, അത് മനസ്സിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ആ കോശത്തെ പറ്റി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നു, കുട്ടി അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതുന്നു എന്ന് കരുതിയ പരീക്ഷ കഴിയുമ്പോൾ കുട്ടി അത് കളയുവാണോ?
അല്ല, അത് ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും കോശത്തിനെ പറ്റി ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എപ്പോഴാണോ ആവശ്യം വരുന്നത്, ഇപ്പം കുറേ നാൾ കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു കോശത്തെ പറ്റി എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുകയോ ചെയ്യുമ്പോൾ ആ കുട്ടി പെട്ടെന്ന് ഞാനിത് പഠിച്ചതാണല്ലോ എന്നൊരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു അല്ലേ. എന്താണോ പഠിച്ചത്, ആ ഒരു ആശയം അല്ല, കോശത്തിനെ പറ്റി എന്താണോ പഠിച്ചതെന്നുള്ള ഒരു ആശയം ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, റെക്കഗ്നിഷൻ, തിരിച്ചറിവ്. അപ്പോൾ ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ലേണിങ്, ധാരണ, അനുസ്മരണം, അതുപോലെ തിരിച്ചറിവ്. എന്താണ്? പഠിക്കുന്നു, അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, അത് നമ്മൾ പരീക്ഷയിൽ അത് പ്രതിഫലിപ്പിക്കുന്നു, പിന്നീട് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അറിവിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ പുറത്തെടുക്കുന്നു. അതാണ് ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങൾ. 5 ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു റിവിഷൻ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്